ഹായ്, ഇന്ന് നമുക്ക് ഫിസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ചാപ്റ്റർ ആണ് കറണ്ട് ഇലക്ട്രിസിറ്റി. സോ കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ മേജർ ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് വേഗം നോക്കാം. എന്താ ഇലക്ട്രിക് കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ടൈം അല്ലെ, ചാർജ് ഒഴുകുന്നതിന്റെ നിരക്കിനെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കറണ്ട് കാണുന്ന ഫോർമുല എന്താ, Q ബൈ ടി അല്ലെ. സാധാരണ കറണ്ട് കാണുന്ന ഫോർമുല Q ബൈ ടി. നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി എത്തുന്ന ഒരു ലോ ഉണ്ട്. ഏതായിരുന്നു അത്? ഓംസ് ലാ. എന്തായിരുന്നു ഓംസ് ലാ പറയുന്നത്? ഓംസ് ലാ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ വോൾട്ടേജും കറണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. വോൾട്ടേജും കറണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. എല്ലാവർക്കും അറിയാം, കറണ്ട് കൂടുതലാണെങ്കിൽ വോൾട്ടേജ് കൂടും. നമ്മൾ വോൾട്ടേജ് കുറയുമ്പോൾ നമ്മൾ എന്താ വീട്ടിൽ പറയാറ്? കറണ്ട് കുറവാണെന്ന് പറയും അല്ലെ, അതേപോലെ. അപ്പൊ വോൾട്ടേജ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്. And is equal to നോക്കണമെങ്കിൽ കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യും. So we will multiply V is equal to I into R, where R is a constant called resistance. ഈ റെസിസ്റ്റൻസ് കാണാൻ ഒരു ഫോർമുലയുണ്ട്. എന്തായിരുന്നു അത്? R is equal to rho into L by A. L എന്ന് പറഞ്ഞാൽ ലെങ്ത്, A എന്ന് പറഞ്ഞാൽ ഏരിയ. അപ്പൊ എന്താ റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി എപ്പോഴും ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ്. നമ്മളൊരു അലുമിനിയം എടുത്താൽ അതിനൊരു റെസിസ്റ്റിവിറ്റി ആണ്, കോപ്പർ എടുത്താൽ അതിനൊരു റെസിസ്റ്റിവിറ്റി ആണ്, ഗോൾഡ് എടുത്താൽ അതിനൊരു റെസിസ്റ്റിവിറ്റി ഉണ്ട്. സോ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. മറ്റൊരു ടേം ഇതിനകത്ത് വരുന്നത് കറണ്ട് ഡെൻസിറ്റി ആണ്. കറണ്ട് ഡെൻസിറ്റി കാണുന്ന ഫോർമുല എന്താ? കറണ്ട് ഡെൻസിറ്റി J ആണ്. സിമ്പിൾ. നമ്മൾ സാധാരണ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്താ? പോപ്പുലേഷൻ ബൈ ഏരിയ. ഒരു ഗിവൺ ഏരിയയിൽ എന്തുമാത്രം പോപ്പുലേഷൻ ഉണ്ട്. അതുപോലെ കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ കറണ്ട് ബൈ ഏരിയ. കറണ്ട് ബൈ ഏരിയ ആണ് നമ്മൾ കറണ്ട് ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. കറണ്ട് ഡെൻസിറ്റിയും നമ്മുടെ ഇലക്ട്രിക് ഫീൽഡുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ്. J is equal to E into sigma. സിഗ്മ എന്ന് വെച്ചാൽ കണ്ടക്ടിവിറ്റി ആണ്. സോ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ സാധാരണ ഡിറൈവ് ചെയ്തെടുക്കാറുണ്ട്. ഈ ചാപ്റ്റർ വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ ടേം ആണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അതായത് സാധാരണഗതിയിൽ നമ്മളൊരു കണ്ടക്ടറിനെ എടുത്തു കഴിഞ്ഞാൽ ആ കണ്ടക്ടറിനകത്ത് ഇലക്ട്രോൺസ് കുറെ പേര് ഇങ്ങോട്ടായിരിക്കും, കുറെ പേര് അങ്ങോട്ടായിരിക്കും, കുറെ പേര് ഇങ്ങോട്ടായിരിക്കും, കുറെ പേര് ഇങ്ങോട്ടായിരിക്കും, അങ്ങനെ റാൻഡം ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. സോ ദ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി സീറോ. എത്രയായിട്ട് പോകും? സീറോ ആയിട്ട്. എല്ലാം കൂടി കൂട്ടുമ്പോൾ സീറോ ആയിട്ട് മാറും. പക്ഷേ ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് പ്രസൻസിലാണ് ഈ മെറ്റീരിയലിനെ അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവരെല്ലാവരും സോൾജേഴ്സ് മാർച്ച് ചെയ്യുന്നത് പോലെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് മൂവ് ചെയ്യും, എസ്പെഷ്യലി ഫ്രം നെഗറ്റീവ് സൈഡ് ടു പോസിറ്റീവ് സൈഡ്. അങ്ങനെ അവർ മൂവ് ചെയ്യുമ്പോൾ അവർക്കുള്ള ആവറേജ് വെലോസിറ്റിയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. അതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് ദി when a conductor is placed in a electric field, the electrons will drift, will move from one end to another end with an average velocity called drift velocity. So drift velocity എപ്പോൾ മാത്രമേ ആപ്ലിക്കബിൾ ആവത്തുള്ളൂ? ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ മാത്രം അല്ലെ. ഇപ്പൊ ഗ്രൗണ്ടിലേക്ക് നമ്മളൊരു സാറ് വന്നു കഴിഞ്ഞാൽ കുട്ടികളെല്ലാം നല്ല അനുസരണയോടെ കൂടി പോകത്തില്ലേ, അതേപോലെ. സോ ഇതിനെയാണ് നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നുണ്ട്. F is equal to ma എന്ന് എഴുതുന്നത്. അപ്പൊ F is equal to ma എന്ന് നമ്മൾ എഴുതും. ദെൻ നമുക്കറിയാം സാധാരണ ഇലക്ട്രോസ്റ്റാറ്റിക് നമ്മൾ പഠിക്കുന്നതാണ്. അത് ഫോഴ്സ് കാണാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല E into Q. ഇവിടെ മൂവ് ചെയ്യുന്ന ചാർജ് ഏതാ? ദാറ്റ് ഈസ് ഇലക്ട്രോൺ. സോ E മൈനസ് E എന്ന് കൊടുക്കാം. ഇത് രണ്ടും F ആയതുകൊണ്ട് ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. സോ ma is equal to E into മൈനസ് E. ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്താ? വെലോസിറ്റി ബൈ ടൈം. അപ്പൊ വെലോസിറ്റി ബൈ ടൈം. ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇവർ പരസ്പരം കൊളൈഡ് ചെയ്യും. അപ്പൊ ഒരാളെ കൊളൈഡ് ചെയ്തതിനു ശേഷം അടുത്ത ആളെ കൊളൈഡ് ചെയ്യുന്നതിന് ഇടയ്ക്ക് ഒരു ടൈം ഗ്യാപ്പ് ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് റിലാക്സേഷൻ ടൈം. രണ്ട് ഇടയ്ക്കിടയിലുള്ള റിലാക്സ് ചെയ്യുന്ന ടൈം, ദാറ്റ് ഈസ് കോൾഡ് റിലാക്സേഷൻ ടൈം. അതിന് സിമ്പിൾ നമ്മൾ ടോ ആണ് കൊടുക്കുന്നത്. സോ ആ ടൈം എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ അവിടെ എന്ത് കൊടുക്കും? ടോ എന്ന് കൊടുക്കും. ടോ ഈസ് ദി റിലാക്സേഷൻ ടൈം. ഈ വെലോസിറ്റിയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി VD എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. സോ ഡ്രിഫ്റ്റ് വെലോസിറ്റി VD is equal to, അപ്പോൾ ഈ m താഴേക്ക് വരും അല്ലെ. സോ E into മൈനസ് E by m and ടോ മുകളിലേക്ക് വരും into ടോ. സോ ദിസ് ഇസ് ദ ഇക്വേഷൻ ടു ഫൈൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടും തമ്മിൽ റിലേഷൻ ഉണ്ട്. അതെങ്ങനെയാ? ഡ്രിഫ്റ്റ് വെലോസിറ്റി VD is equal to VENA. ഇങ്ങനെ പഠിച്ചു വെക്കാൻ നിങ്ങൾക്ക്. സോറി, കറണ്ട് ഇസ് ഈക്വൽ ടു VENA. ഇങ്ങനെ പഠിച്ചു വെക്കാൻ നിങ്ങൾക്ക്. സോ കറണ്ട് ഇസ് ഈക്വൽ ടു വീണ, അങ്ങനെ പഠിച്ചാൽ മതി, എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. വേർ V is the drift velocity. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാം. E എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ ചാർജ്, N നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, A is the area of cross section. സോ ഇതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഈ ഓംസ് ലോ വളരെ യൂണിവേഴ്സൽ ലോ ഒന്നുമല്ല, ഒത്തിരി പേര് ഇതിനെ വയലേറ്റ് ചെയ്യുന്നുണ്ട്.
അത് നമ്മൾ വയലേഷൻസ് ഓർ ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ എന്ന് പറയും. എസ്പെഷ്യലി നമ്മൾ കുറച്ചുപേരുടെ കേസ് അവിടെ പഠിക്കുന്നുണ്ട്. സാധാരണ ഒരു കണ്ടക്ടറിനെ എടുത്താൽ പോലും അതിന്റെ കുറച്ച്, അതായത് ചെറിയ വാല്യൂ ഓഫ് കറണ്ടിലും വോൾട്ടേജിലും മാത്രമേ ഒരു പ്യുവർ കണ്ടക്ടർ ആണെങ്കിൽ പോലും അയാൾ ഓംസ് ലോ ഒബേ ചെയ്യുന്നുള്ളൂ. സാധാരണ മെറ്റലുകളെ നമ്മൾ നോക്കുമ്പോൾ ആ മെറ്റലുകൾ ഹയർ വോൾട്ടേജിലും ഹയർ കറണ്ടിലും ഇതിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഇത് VI കറണ്ട് വോൾട്ടേജ് കറണ്ട് ഗ്രാഫാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. പക്ഷെ അതേസമയം നമ്മൾ വേറൊരു കേസ്, ഉദാഹരണത്തിന് ഗാലിയം ആർസനൈഡ് പോലെയുള്ള വസ്തുക്കളുടെ ഗ്രാഫ് നമ്മൾ എടുക്കുമ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഓംസിന്റെ ഗ്രാഫ് എപ്പോഴും സ്ട്രൈറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കണം കേട്ടോ. കാരണം വോൾട്ടേജും കറണ്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ. VI ഗ്രാഫ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ഗ്രാഫാണ് വരേണ്ടത്. പക്ഷെ അതിൽ നിന്നുള്ള വ്യത്യാസങ്ങളാണ് നമ്മൾ പഠിച്ചിട്ട്. ഗാലിയം ആർസനൈഡ് പോലുള്ള വസ്തുക്കൾ നമ്മൾ നോക്കുമ്പോൾ അവരുടെ ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഒരു സെയിം വാല്യൂ ഓഫ് വോൾട്ടേജിന് ഡിഫറെന്റ് വാല്യൂ ഓഫ് കറണ്ട് അവർ തരുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ഗാലിയം ആർസനൈഡ് പോലുള്ള വസ്തുക്കൾ. അപ്പോൾ ഏത് ഒബേ ചെയ്യുന്നില്ല? ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല. ഡയോഡിന്റെ കേസിൽ ഫോർവേഡ് കറണ്ട് ഒരുവിധം ഒബേ ചെയ്യുന്ന പറയാം, പക്ഷെ റിവേഴ്സ് വോൾട്ടേജ് എത്തുമ്പോൾ അതും ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല. അപ്പോൾ ഡയോഡുകളും റിവേഴ്സ് കറണ്ടിലും റിവേഴ്സ് വോൾട്ടേജിലും ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല. അപ്പോൾ ഓംസ് ലോ ഒബേ ചെയ്യാതെ ഇത്തരത്തിൽ ഒത്തിരി ആൾക്കാരുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് പഠിക്കുന്ന ഒരു റെസിസ്റ്ററിനകത്ത് റെസിസ്റ്റിവിറ്റി എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന് കളർ കോഡ് ഉണ്ട് അല്ലെ. സോ നിങ്ങൾ കോഡൊക്കെ വെച്ച് പഠിച്ചിട്ട് BB റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് എ വെരി ഗുഡ് വൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കോഡ് വെച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിനൊരു എക്സാമ്പിൾ കൂടി നമുക്ക് വേഗം ഒന്ന് ചെയ്യാം. So for example, here there is color red, black, brown and gold. അപ്പോൾ ഇങ്ങനെയാണ് കളേഴ്സ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്കറിയാം അതിന്റെ ഓർഡറിൽ BB റോയ്. അപ്പൊ ഇത് ബ്ലാക്ക്, ഇത് ബ്രൗൺ, ഇത് റെഡ്. ദിസ് ഇസ് 0, ദിസ് ഇസ് 1 and ദിസ് ഇസ് 2. അപ്പൊ നമുക്ക് ഇതൊക്കെ ഇവിടെ ആവശ്യം വരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ അത്ര എഴുതി. അപ്പൊ ബ്ലാക്ക് ഇവിടെ ഇല്ല, പക്ഷെ റെഡ് ഉണ്ട്. റെഡ് എന്ന് പറയുമ്പോൾ 2, സോ 2. സെക്കൻഡ് കളർ ഏതാ? ബ്ലാക്ക്. ബ്ലാക്കിന്റെ കളർ എത്രയാ? 0, സോ 20. അത് കഴിഞ്ഞിട്ട് ഇൻറ്റു കൊടുക്കുക. തേർഡ് കളർ 10ന്റെ പവർ ആണ്, സോ ഇൻറ്റു 10 റൈസ് ടു. ബ്രൗൺ എന്ന് പറയുമ്പോൾ 1, സോ 10 റൈസ് ടു 1. ദെൻ പ്ലസ് ഓർ മൈനസ് അത്രയും ഓം പ്ലസ് ഓർ മൈനസ് ഇട്ടിട്ട് ലാസ്റ്റ് ഇതിന്റെ ടോളറൻസ് എന്നാണ് വിളിക്കുന്നത്. ടോളറൻസ് എന്ന് പറയുന്നത് ഗോൾഡിനാണെങ്കിൽ 25%, സിൽവറിനാണെങ്കിൽ ഗോൾഡിന് 5%, സിൽവറിന് 10% ആൻഡ് കളർ ഒന്നുമില്ല, നോ കളർ ആണെങ്കിൽ ഇറ്റ് ഈസ് 20%. ഇവിടെ ഇപ്പൊ ഗോൾഡ് ആയതുകൊണ്ട് യു ക്യാൻ റൈറ്റ് പ്ലസ് ഓർ മൈനസ് 5%. അപ്പൊ ഈ രീതിയിൽ കളർ കോഡ് യൂസ് ചെയ്തിട്ട് ഡീകോഡ് ചെയ്ത് നിങ്ങൾ റെസിസ്റ്റിവിറ്റി കണ്ടെത്തുന്നതും കൂടി പഠിച്ചു വെച്ചിരിക്കാം. ഈ റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ടേം ആണ്. റെസിസ്റ്റിവിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റെസിസ്റ്റിവിറ്റി അറ്റ് ടെമ്പറേച്ചർ T ഈസ് ഈക്വൽ ടു റെസിസ്റ്റിവിറ്റി അറ്റ് ഇനിഷ്യൽ ടെമ്പറേച്ചർ ഇൻടു 1 പ്ലസ് ആൽഫ ഡെൽറ്റ T. അപ്പൊ ഈ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പുതിയ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ, ഒരു ഹയർ ടെമ്പറേച്ചറിലൊക്കെ ഉള്ള റെസിസ്റ്റിവിറ്റി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്യാറുണ്ട്. ഇതേപോലെ റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചർ നമ്മൾ ഗ്രാഫ്സ് നോക്കാം. ഇപ്പൊ മെറ്റലിന്റെ കേസിലാണെങ്കിൽ റെസിസ്റ്റിവിറ്റി ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. ഇങ്ങനെ ഒരു ഗ്രാഫ് അല്ല, കുറച്ച് വളഞ്ഞു വരുന്ന ഗ്രാഫ്. പക്ഷെ അതേസമയം സെമി കണ്ടക്ടർ കേസിൽ ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. റെസിസ്റ്റിവിറ്റി ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. പിന്നെ ചില ആൾക്കാർ, നിക്രോം പോലെയുള്ള ആൾക്കാർക്ക് there is no much effect of temperature. ടെമ്പറേച്ചർ റെസിസ്റ്റിവിറ്റി തമ്മിൽ വലിയ കണക്ഷൻസ് ഒന്നും ഇല്ല. ടെമ്പറേച്ചറും റെസിസ്റ്റിവിറ്റിയും തമ്മിൽ വലിയ കണക്ഷൻസ് ഇല്ല. അവർക്ക് ഏകദേശം കോൺസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ പഠിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് മാംഗനിൻ ആൻഡ് കോൺസ്റ്റന്റാൻ എന്ന് പറയുന്ന രണ്ട് മെറ്റീരിയൽസ് സ്റ്റാൻഡേർഡ് റെസിസ്റ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യും. ബിക്കോസ് ദേ ഹാവ് നോ ഇഫക്ട് ഓഫ് ടെമ്പറേച്ചർ ഓൺ ദ റെസിസ്റ്റിവിറ്റി. അതുകൊണ്ടാണ് അവരെ സ്റ്റാൻഡേർഡ് റെസിസ്റ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആരൊക്കെയായിരുന്നു? മാംഗനിൻ ആൻഡ് കോൺസ്റ്റന്റാൻ. മാംഗനിൻ ആൻഡ് കോൺസ്റ്റന്റാൻ ഈ രണ്ടുപേരെയാണ് സ്റ്റാൻഡേർഡ് റെസിസ്റ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് റെസിസ്റ്റേഴ്സിന്റെ കോമ്പിനേഷൻസ് ആണ്. റെസിസ്റ്റേഴ്സ് നമ്മൾ രണ്ട് രീതിയിലാണ് സാധാരണ കമ്പൈൻ ചെയ്യുന്നത്. ഒന്ന് സീരീസ് കോമ്പിനേഷൻ, ഒന്ന് പാരലൽ കോമ്പിനേഷൻ. എപ്പോഴും ഓർത്തിരിക്കുക, സീരീസിൽ കറണ്ട് സെയിം ആയിരിക്കും രണ്ടിടത്തും, പക്ഷെ വോൾട്ടേജ് ഡിഫറെന്റ് ആയിരിക്കും. ദിസ് ഇസ് റെസിസ്റ്റൻസ് R1, ദിസ് ഇസ് റെസിസ്റ്റൻസ് R2. എന്നാൽ നേരെ തിരിച്ചാണ് പാരലൽ വരുമ്പോൾ ഇവിടെ കറണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. സോ I1 ആൻഡ് I2, ബട്ട് ദ വോൾട്ടേജ് വിൽ ബി സെയിം. ദിസ് ഇസ് റെസിസ്റ്റൻസ് R2 ആൻഡ് ദിസ് ഇസ് റെസിസ്റ്റൻസ് R1. അപ്പൊ ഇവിടെ ആരാ സ്പ്ലിറ്റ് ആയത്? വോൾട്ടേജ് അല്ലേ. അപ്പൊ ടോട്ടൽ വോൾട്ടേജ് എങ്ങനെ കണ്ടുപിടിക്കും? V1 പ്ലസ് V2 എന്ന് കണ്ടുപിടിക്കും അല്ലെ. വോൾട്ടേജ് കാണുന്ന ഫോർമുല V is equal to I into R. So I into R effective is equal to V1 കണ്ടുപിടിക്കുന്നത് അവിടുത്തെ കറണ്ടും അവിടുത്തെ വോൾട്ടേജും. That is I into R1 plus I into R2. സ്വാഭാവികമായിട്ട് കോമൺ ടേം I കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്യുക. That is R effective is equal to R1 plus R2. സോ രണ്ട് റെസിസ്റ്റേഴ്സ് ആണ് പാരലൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നെങ്കിൽ നമ്മൾ ഈ രീതിയിൽ കണ്ടുപിടിക്കും. മൂന്നെണ്ണം ഉണ്ടെങ്കിൽ എല്ലാം ഇതിൽ കൂട്ടി പോയാൽ മതി. അതേസമയം അപ്പുറത്തെത്തുമ്പോഴത്തേക്കും അവിടെ സ്പ്ലിറ്റ് ആയിരിക്കുന്ന കറണ്ട് ആണ്. സോ I is equal to I1 plus I2.
അപ്പൊ സ്വാഭാവികമായിട്ട് കറണ്ട് കാണുന്ന ഫോർമുല V by R ആണ്. ദാറ്റ് R is R effective is equal to I1 കാണണമെങ്കിൽ അവിടുത്തെ വോൾട്ടേജും അവിടുത്തെ റെസിസ്റ്റൻസും ദാറ്റ് is V by R1 plus V by R2. കോമൺ ടേം V ആണ്. V കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ the answer is 1 by R effective is equal to 1 by R1 plus 1 by R2. ക്ലിയർ ആയോ പറഞ്ഞത്? ഇനി രണ്ട് റെസിസ്റ്റേഴ്സ് ഉള്ളെങ്കിൽ നമുക്കൊരു എളുപ്പ വഴി കൂടി ഉണ്ട്. എങ്ങനെയാണ് R effective ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ? R1 R2 ഡിവൈഡഡ് ബൈ R1 plus R2. ഇനി കുറെ റെസിസ്റ്റേഴ്സ് ഒരേ വാല്യൂ ഉള്ള കുറെ റെസിസ്റ്റേഴ്സ്, അപ്പൊ R വാല്യൂ ഉള്ള കുറെ റെസിസ്റ്റേഴ്സ് ഇങ്ങനെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വരുമ്പോൾ R effective കണ്ടുപിടിക്കാൻ R by N എത്ര എണ്ണം ഉണ്ടോ ആ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ ഇങ്ങനെയൊക്കെ നമുക്ക് ഷോർട്ട് കട്ടിൽ കുറെ പ്രോബ്ലംസ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മറ്റൊരു ടോപ്പിക് ആണ് സെൽ എന്ന് പറയുന്നത്. നമുക്കറിയാം സെൽ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സെൽ എന്ന് പറയുന്നത്. സെല്ലിനകത്ത് തരാൻ പറ്റുന്ന മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് EMF എന്ന് പറയുന്നത്. പക്ഷെ സർക്യൂട്ടിൽ അത് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിനെ വോൾട്ടേജ് വിളിക്കും, ബിക്കോസ് ദർ വിൽ ബി സം ഡ്രോപ്പ്. അപ്പൊ ആ വോൾട്ടേജും EMF തമ്മിൽ ഒരു റിലേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് V is equal to E minus I into R. Where the small letter R is called internal resistance. ഒരു സെല്ലിന്റെ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് രണ്ട് ലോ ഇതിന് ശേഷം നമ്മൾ പഠിക്കുന്നത്. ദാറ്റ് ഈസ് കിർച്ചോഫ്സ് ഫസ്റ്റ് ലോയും കിർച്ചോഫ്സ് സെക്കൻഡ് ലോ. കിർച്ചോഫ്സ് ഫസ്റ്റ് ലോ എന്തായിരുന്നു? അതായത് ഒരു ജംഗ്ഷനിലേക്ക് കറണ്ട് വന്ന് എൻറ്റർ ചെയ്യാണ് I1 ആൻഡ് I2. സ്വാഭാവികമായിട്ട് അവർ മൂന്ന് പേരായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ദാറ്റ് ഈസ് I3 ആൻഡ് I4 ആൻഡ് I5 എന്ന് പറയുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും വന്ന് ചേരുന്നതല്ലേ ഈ സ്പ്ലിറ്റ് ആയി പോകുന്നത്. അപ്പൊ വന്ന് ചേരുന്നതിന്റെ അളവും അവിടെ നിന്ന് പോകുന്നതിന്റെ അളവും സെയിം ആയിരിക്കും. അങ്ങനെ നമുക്ക് പറയാം I1 plus I2 will be equal to I3 plus I4 plus I5. അതായത് ഒരു ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടും ആ ജംഗ്ഷനിൽ നിന്ന് പോകുന്ന കറണ്ടും സെയിം ആയിരിക്കും. ദ കറണ്ട് എന്ററിംഗ് എ ജംഗ്ഷൻ ഇസ് ഈക്വൽ ടു കറണ്ട് ലീവിംഗ് എ ജംഗ്ഷൻ. ഈ ലോയാണ് ക്രിച്ചോഫ്സ് ഫസ്റ്റ് ലോ, അല്ല എങ്കിൽ ജംഗ്ഷൻ റൂൾ എന്ന് വിളിക്കുന്നത്. ഈ ജംഗ്ഷൻ റൂൾ എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് ചാർജുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഇനി രണ്ടാമത്തതാണ് ലോ, ദാറ്റ് ഈസ് കിർച്ചോഫ് സെക്കൻഡ് ലോ അല്ലെങ്കിൽ ലൂപ്പ് റൂൾ എന്ന് വിളിക്കും. ലൂപ്പ് റൂൾ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരു സർക്യൂട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അതായത് റെസിസ്റ്റൻസും സെല്ലും മിനിമം ഇൻവോൾവ് ആയിരിക്കണം. സോ ഒരു സെല്ലും റെസിസ്റ്ററും ഉള്ള ഒരു സർക്യൂട്ട് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ അതിനകത്ത് ദർ വിൽ ബി, അതായത് ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകും. അത്തരത്തിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പുകളുടെ സമ്മും EMFഉം സെയിം ആയിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ടോട്ടൽ ചേഞ്ചസ് ഇൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദ ആൾജിബ്രായിക് സം ഓഫ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസസ് അക്രോസ് എ ലൂപ്പ് ഓർ സർക്യൂട്ട് കൺസിസ്റ്റിംഗ് ഓഫ് സെൽ ആൻഡ് റെസിസ്റ്റേഴ്സ് വിൽ ബി 0. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കിർച്ചോഫ്സ് ലൂപ്പ് റൂൾ എന്ന് വിളിക്കുന്നത്. ദിസ് ഈസ് ആക്ച്വലി ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഇനി നമുക്ക് ഇതിനകത്ത് വരുന്നതാണ് വീസ്റ്റൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട്. സോ വീസ്റ്റൺ ബ്രിഡ്ജ് നിങ്ങൾക്ക് അറിയാം. വീസ്റ്റൺ ബ്രിഡ്ജിനകത്ത് 5 റെസിസ്റ്റേഴ്സ് ആണുള്ളത്. നാല് റെസിസ്റ്റേഴ്സ് ആണുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ റെസിസ്റ്റേഴ്സ് R1, R2, R3 ആൻഡ് R4 നമ്മൾ ഇതിനെ ബാലൻസ്ഡ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരും. ബാലൻസ്ഡ് കണ്ടീഷന്റെ പ്രത്യേകത, ബാലൻസ് കണ്ടീഷനിൽ ഗാൽവനോമീറ്റർ വിൽ ഷോ സീറോ ഡിഫ്ലക്ഷൻ. അപ്പൊ അവിടെ ഡിഫ്ലക്ഷൻ ഒന്നും കാണില്ല. ദാറ്റ് മീൻസ് ഇവിടെ കൂടി കറണ്ട് ഒന്നുമില്ല. ഇപ്പൊ ഇവിടെ കൂടി ഒഴുകുന്ന കറണ്ട് IG ആണെങ്കിൽ ദാറ്റ് IG വിൽ ബി 0. അപ്പൊ ഇതുവഴി പോകുന്ന കറണ്ട് ഇങ്ങനെ പോയി ചേർന്ന് ഒരുമിച്ച് പോകുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ കൂടി ഒഴുകുന്ന കറണ്ട് I1, ഇവിടെ കൂടി ഒഴുകുന്നത് I2, then ഇവിടെ കൂടി വരുന്നത് I3. that I1 will be equal to I3, and then this is I4. I2 will be equal to I4. ഇതാണ് ബാലൻസ്ഡ് കണ്ടീഷൻ എന്ന് വിളിക്കുന്നത്. ഈ ബാലൻസ്ഡ് കണ്ടീഷനിൽ നമ്മൾ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നുണ്ട് അല്ലെ? നിങ്ങൾക്ക് അറിയാം, ആ ഇക്വേഷൻ ഡെറിവേഷൻ നോക്കിക്കൊള്ളുക. ആൻഡ് ദ ലാസ്റ്റ് ഇക്വേഷൻ വിൽ ബി R1 by R2 is equal to R3 by R4. സോ ഇങ്ങനെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യും. ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഏതെന്ന് പറയുന്നത് മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. മീറ്റർ ബ്രിഡ്ജ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു അൺനോൺ റെസിസ്റ്ററിനെ കണ്ടുപിടിക്കുക. ഇതിൽ ഏതെങ്കിലും റെസിസ്റ്ററിനെ അൺനോൺ ആക്കി നമ്മൾ വെക്കും, എന്നിട്ട് ആ റെസിസ്റ്ററിനെ നമ്മൾ കണ്ടുപിടിക്കും. ജസ്റ്റ് പ്രിൻസിപ്പിൾ മാത്രം നിങ്ങൾ നന്നായിട്ടൊന്ന് ഓർത്തിരിക്കുക. പിന്നെ വരുന്നതാണ് ഈ ചാപ്റ്ററിലെ രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ഡിവൈസ് എന്ന് പറയുന്നത് നമുക്ക്, ദാറ്റ് ഈസ് പൊട്ടൻഷ്യോമീറ്റർ. പൊട്ടൻഷ്യോമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്ന 2 കാര്യങ്ങൾക്കാണ്. എന്തിനൊക്കെയായിരുന്നു? ഒന്നെന്ന് പറയുന്നത് 2 സെല്ലുകളുടെ EMF തമ്മിൽ കമ്പയർ ചെയ്യാൻ. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് E1 by E2 is equal to L1 by L2. ബാലൻസിംഗ് ലെങ്തുകളാണ് L1 ഉം L2. രണ്ടാമത് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് ഇന്റർണൽ റെസിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ടാണ്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല R is equal to R into L1 by
L2 - 1. സോ ഈ ഫോർമുല ബേസ്ഡ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടെത്തുന്നത്. നമുക്കറിയാം പൊട്ടൻഷ്യൽ മീറ്ററിനെ ഒരു ഐഡിയൽ വോൾട്ട് മീറ്റർ എന്ന് വിളിക്കാറുണ്ട്. എന്താ കാര്യം? ബിക്കോസ് അത് അതിന്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ട് സർക്യൂട്ടിൽ നിന്ന് യാതൊരു വോൾട്ടേജ് എടുക്കുന്നില്ല, പൊട്ടൻഷ്യൽ എടുക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അതിന്റെ ഒരു ഐഡിയൽ വോൾട്ട് മീറ്റർ എന്ന് പൊട്ടൻഷ്യൽ മീറ്ററിനെ അറിയപ്പെടുന്നത്. ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനകത്തുണ്ട്, അതായത് പൊട്ടൻഷ്യൽ മീറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? പൊട്ടൻഷ്യൽ മീറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ദ ബാലൻസിംഗ് ലെങ്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി EMF. That is, E is directly proportional to L, or E is equal to phi into L, where phi is a constant. അപ്പൊ ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ മീറ്ററിനകത്ത് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പൊട്ടൻഷ്യൽ മീറ്ററിൽ ഇന്റേണൽ റെസിസ്റ്റൻസ് കാണുന്ന ഡെറിവേഷൻ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. അപ്പൊ ഇത്രയൊക്കെയാണ് കറന്റ് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലെ മേജർ പോയിന്റ്സ്. അപ്പൊ ക്ലാസ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടമായി എങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഷെയർ ചെയ്യണം. എക്സാം എഴുതുന്നവർക്ക് എല്ലാവർക്കും ഇത് ഉപകാരമാകട്ടെ. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടേക്കുക. ഓക്കെ, അപ്പോ നിങ്ങളോടൊപ്പം ഞാനും എന്നും പഠനത്തിൽ കൂടെ കാണും.